സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മളിൽ പലരും ഡെയിലി നല്ല നല്ല ഫോട്ടോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എടുത്ത് ക്രിയേറ്റീവായിട്ട് ആ ഒരു ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫോർട്ട് ഒരുപാട് ടൈമൊക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിന് താഴെയായിട്ട് നല്ല രീതിയിൽ ലൈക്സും ഒപ്പം തന്നെ നല്ല നല്ല കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് ക്വാളിറ്റി ലോസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ലോസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോട്ടോ കംപ്രസിംഗ് മൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല ക്വാളിറ്റിയിൽ എടുത്ത ഫോട്ടോസും ഒക്കെ ഇതേപോലെ ക്വാളിറ്റി ലോസ് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറിൻ്റെ യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇൻസ്റ്റാഗ്രാം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആസ്പെക്ട് റേഷ്യോയും ഒരു റെസൊല്യൂഷനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ വാല്യൂസ് വരുന്ന ആസ്പെക്ട് റേഷ്യോയും റെസൊല്യൂഷനും ഉള്ള ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അത് കംപ്രസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റി ലോസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ലോസ് വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാം പറയുന്ന ഈ ഒരു ആസ്പെക്ട് റേഷ്യോയും ഈ ഒരു റെസൊല്യൂഷനും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇമേജസ് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പറയുന്ന ഈ ഒരു ആസ്പെക്ട് റേഷ്യോയും റെസൊല്യൂഷനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോസ് ആണ് എന്നുണ്ടെങ്കിൽ ആസ്പെക്ട് റേഷ്യോ വരേണ്ടത് 4:5 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഫോട്ടോസ് ആണെങ്കിൽ ആസ്പെക്ട് റേഷ്യോ വരേണ്ടത് 5:4 എന്ന് പറയുന്ന റേഷ്യോ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ റെസൊല്യൂഷൻ വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 320 പിക്സൽസിനും അതുപോലെ തന്നെ 1080 പിക്സൽസിനും ഇടയ്ക്കായിരിക്കണം എന്നാണ് ഇൻസ്റ്റാഗ്രാം പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ഈ ഒരു റെസൊല്യൂഷനിലും ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിലും വരുന്നതായിരിക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ ലൈറ്റ് റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ ഈ ഒരു റെസൊല്യൂഷൻ നമ്മുടെ ഫോട്ടോസിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ലൈറ്റ് റൂമിലിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന മറ്റേതെങ്കിലും എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് ലൈറ്റ് റൂമിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതിയാവും. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ക്വാളിറ്റി ലോസ് ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റി നോക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് ലൈറ്റ് റൂമിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ലൈറ്റ് റൂമിലാണ് ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് സേവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ആദ്യം തന്നെ താഴെ കാണുന്ന ക്രോപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഒറിജിനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ആസ്പെക്ട് റേഷ്യോസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോ പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ ആണെങ്കിൽ 4:5 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ളതാണെങ്കിൽ 5:4 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 4:5 എന്ന് പറയുന്ന റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്, കാരണം പോർട്രേറ്റ് ഇമേജ് ആണ് ഞാൻ എടുത്തത്. ഇനി മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എക്സ്പോർട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നത് കാണാൻ സാധിക്കും. അവിടെ മുകളിലായിട്ട് ഫയൽ ടൈപ്പ് എന്ന ഓപ്ഷന് താഴെയായിട്ട് JPG ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ JPG ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ ഡയമെൻഷൻസിന് താഴെയായിട്ട് ലാർജസ്റ്റ് അവൈലബിൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കാണുക. അതിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റം ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ലോങ് സൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അവിടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പോർട്രേറ്റ് ഇമേജസ് ആണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ 1350 എന്ന് പറയുന്ന വാല്യൂ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലാൻഡ്സ്കേപ്പ് ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ 1080 എന്ന് പറയുന്ന വാല്യൂ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ക്വാളിറ്റി ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ജസ്റ്റ് 100 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് കളർ സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ താഴെയായിട്ട് SRGB എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ SRGB ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് അടിച്ചതിന് ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഈ ഇമേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ലോസ് ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സ്മി ആദി ജയ്സ്ല സൈനിങ് ഔട്ട്.